എമ്പുരാൻ സിനിമയ്ക്ക് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് 2 കട്ട് മാത്രം. സെൻസർ രേഖയിലാണ് ഇക്കാര്യമുള്ളത്. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചതും ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശത്തിലുമാണ് മാറ്റം ആവശ്യപ്പെട്ടത്. കെയർ സാജുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം റൈറ്റ് വിംഗ് ഗ്രൂപ്പുകളിൽ നിന്ന് ഇത് സെൻസറിന് വിധേയമായില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും സെൻസർ ബോർഡ് കടന്നു വന്ന ശേഷം തന്നെയാണ് 2 കട്ട് മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ തുടങ്ങിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ജിൽസി, മാർച്ച് 6-ാം തീയതിയായിരുന്നു എമ്പുരാന്റെ സെൻസറിംഗ് നടന്നിട്ടുള്ളത്. അന്ന് ഈ പറയുന്ന ഇപ്പോൾ സംഘപരിവാർ പ്രൊഫൈലുകളും മറ്റും ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങൾ ഒന്നും തന്നെ ആ സെൻസർ ബോർഡ് മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സെൻസർ രേഖ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ 2 കട്ടാണ് അതിനകത്ത് നിർദ്ദേശിച്ചിരുന്നത്. ഒന്ന്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട അതിക്രമത്തിൻ്റെ ലെങ്ത് കുറയ്ക്കണം എന്നുള്ള ഒരു കട്ടാണ് അതിനകത്ത് പറയുന്നത്. മറ്റൊന്ന്, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ട്. ആ പരാമർശം പൂർണ്ണമായും നീക്കുക എന്നതും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 കട്ടുകൾ മാത്രമായിരുന്നു സെൻസർ ബോർഡിന് നീക്കാനായി നിർദ്ദേശിക്കാനുണ്ടായിരുന്നത് എന്നുള്ളതാണ് വസ്തുത എന്നാണ് ഈ സെൻസർ രേഖയിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്വരൂപ കർത്ത, ഒപ്പം റോഷ്നി ദാസ് കെ, GM മഹേഷ്, മഞ്ജുഷൻ MM എന്നിവരായിരുന്നു ആ സെൻസർ ബോർഡിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നദീം തുഫൈൽ ടി എന്ന റീജിയണൽ ഓഫീസർ, സെൻസർ ബോർഡിന്റെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസറും ആ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നു. ഇവരെ അടങ്ങിയ 4 അംഗ സെൻസർ ബോർഡാണ് ഇതിനെ സെൻസർ ചെയ്തിരിക്കുന്നത്. അവർക്കാകെ നിർദ്ദേശിക്കാനുണ്ടായിരുന്നത് 2 കട്ടുകൾ മാത്രമാണ്. ഇപ്പോൾ വലതുപക്ഷ ഗ്രൂപ്പുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെയുള്ള സംഘപരിവാർ പ്രൊഫൈലുകൾ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെയുള്ള ഗോദ്ര പോലുള്ള ഒന്നും നീക്കപ്പെടേണ്ടതാണ് എന്ന് ആ സെൻസർ ബോർഡിന് അന്ന് തോന്നിയിരുന്നില്ല എന്നാണ് നമുക്ക് ഈ സെൻസർ രേഖയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. ജിൽസി.